വിത്തർ നിസ്കാരം അതിമഹത്തായൊരു സുന്നത്ത് നിസ്കാരമാണ്. ഏറ്റവും ചുരുങ്ങിയത് റക്കായത്തും അധികരിച്ചാൽ 11 റക്കായത്തും. അപ്പോ 11 റക്കായത്ത് നിസ്കരിച്ചു പോരുന്ന ആളുകളുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം റമദാൻ ആയിക്കഴിഞ്ഞാൽ, കാരണം റമദാനിൽ ജമാഅത്ത് സുന്നത്തുണ്ടല്ലോ വിത്തറിൽ, അപ്പൊ പിന്നെ അവിടെ 3 റക്കായത്ത് വിത്തറിന് കൂടിയാൽ പിന്നെ ബാക്കി 8 എങ്ങനെ പരിഹരിക്കും? ബാക്കി 8 നിസ്കരിക്കുമ്പം ലാ വിത്തറാനി ഫീ ലൈലത്തിൻ, ഒരു രാത്രി 2 വിത്തറില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഹദീസിന് എതിരാകുമോ? ഇത് 2 വിത്തർ തന്നെ ആയിട്ടാണോ കയറി വരിക, അതല്ല അത് ഒറ്റ വിത്തർ തന്നെയാണ്, പൂർത്തീകരണമാണോ എന്ന വിഷയത്തിലൊക്കെ ഒരുപാട് ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ ഹഫ്നാവി അദ്ദേഹം 4 വാള്യത്തിൽ നിസ്കാരത്തെ പറ്റി പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു കിതാബാണ്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ 2 കൗല് കാണുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് ലാ യജൂസു തുക്റാറുൽ വിത്തിരി, വിത്തറിനെ ആവർത്തിക്കാൻ പറ്റൂല, അത് ശരിയാവൂല എന്ന് തന്നെയാണ് ഒരു അഭിപ്രായം. ഒരഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ജജൂസു ജായിസ് ആകും. അപ്പം ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്തിൽ എന്താകും? അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹുവിന്റെ അടുത്തും റംലി ഇമാമിന്റെ അടുത്തും അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അപ്പൊ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളും റംലി ഇമാമും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളൊരു മസ്അലയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്.